വെൽക്കം ടു വേഗ കളക്ഷൻ. നമ്മൾ അടിപൊളി സാരീസിൻ്റെ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച 2 ഐറ്റം ഉണ്ട്, കൂടാതെ നമ്മൾ പുതിയ ഐറ്റംസാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്നിട്ട് ഒരുപാട് പേർക്ക് കിട്ടാത്തതുണ്ട്. അവരൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. നമ്മൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരും മിസ്സാക്കണ്ട. ഇതിൻ്റെയൊക്കെ ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് നോക്കാം. മറ്റൊരു കാര്യം ഓർമ്മിച്ച് കൊള്ളട്ടെ, ഗിവ് എവേയുടെ കാര്യമാണ്. ഗിവ് എവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്കെടുത്ത് അയച്ച് തന്നാൽ മതി. ഇപ്പോൾ ആകെ 10-11 പേര് മാത്രമേ ഉള്ളൂ നമ്മളെ അങ്ങനെ അയച്ചു തരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതുപോലെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയതിൻ്റെ ലിങ്ക് സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തന്നാൽ നമ്മൾ ഈ ഗിവ് അവേ കോൺടെസ്റ്റിൽ പങ്കെടുക്കാനുള്ള അവസരം നിങ്ങൾക്കും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതാരും മിസ്സാക്കണ്ട. ഇനി നമ്മൾ ഇങ്ങനെ അയച്ചു തന്നിരുന്ന ലോട്ട് എടുത്തിട്ടായിരിക്കും നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത കളർ കാണാം. നമുക്ക് ഫസ്റ്റ് കളർ കാണാം. ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന സാരി നമ്മൾ ഒരു പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സാരി തന്നെയാണ്. അതിലൊരു പീസ് മാത്രം നമുക്ക് ബാലൻസ് വന്നതാണ് കേട്ടോ. ഈ ഒരു കളേഴ്സ് മാത്രമല്ല, ഇതിൻ്റെ ഫുൾ ബോഡിയിലും സാരിയുടെ ഫുൾ ബോഡിയിലും സെയിം ഡിസൈൻ തന്നെയാണ്. ഇതിന് പല്ലു പോർഷനൊന്നും സെപ്പറേറ്റ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. സെയിം ഈ ഒരു പാറ്റേൺ തന്നെയാണ് ഫുൾ സാരിയിലും പോയിട്ടുണ്ടാവുക കേട്ടോ. ഇതിന് പല്ലു പോർഷനൊന്നും സെപ്പറേറ്റ് ആയിട്ടൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്, സാരിയുടെ ലെങ്ത്ത് 5.5 ആയിരിക്കും കേട്ടോ. 5.5 മീറ്റർ ലെങ്ത്തിലായിരിക്കും സാരി വരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്ലീറ്റ്സൊക്കെ, ഇപ്പോൾ ഞാൻ എടുത്തതായാലും കുറച്ച് തടിയുള്ളവർക്കാണെങ്കിലും ഒരുപാട് പ്ലീറ്റ്സൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ ടീനേജർക്ക് വേണമെങ്കിലൊക്കെ നമുക്ക് വേറെ ഏതായാലും നല്ല ഭംഗിയുണ്ടായിരിക്കും. ഈ സെയിം ബ്ലൗസ് തന്നെ ഇട്ടിട്ട് നമുക്ക് പിന്നെ പെയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയുള്ളൊരു ഡോട്ടാണ് ഇതിൽ പോയിരിക്കുന്നത്. ഈ ഡോട്ട് ഇങ്ങനെ കണ്ടോ, ചുരണ്ടി നോക്കിയാൽ അങ്ങനെ പെട്ടെന്ന് കയ്യിൽ പോരുന്ന തരത്തിലുള്ളതൊന്നും അല്ല കേട്ടോ. ഞാനിങ്ങനെ ചുരണ്ടി നോക്കുമ്പോഴൊന്നും കയ്യിലൊന്നും പറ്റി പിടിച്ചിട്ടൊന്നും പോരുന്നില്ല. അത്രയും കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ വാഷ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് കെയർ കൊടുത്ത് വാഷ് ചെയ്താൽ നമുക്ക് കൂടുതലായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. അതിപ്പോൾ ഏത് മെറ്റീരിയലാണെങ്കിലും വാഷ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് കെയറിങ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ബോഡി വരുന്നത്. അടുത്തതിൽ ഒരു കളറും കൂടി അവൈലബിൾ ഉള്ളൂ. അത് ഈ പിങ്ക് ഷെയ്ഡിലാണ്. നല്ല ഭംഗിയുള്ളൊരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡല്ലേ കണ്ടോ. ഇതിലേക്കൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ബ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാകും കാണാനേ. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും ഇതിനോട് മാച്ചിങ് ആവുക. സെയിം കളറിനെക്കാട്ടിലും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതലായിട്ട് മാച്ചിങ് ആയിട്ട് തോന്നുന്നു കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ബോഡി വരിക. ഫുള്ളും ആ ഡോട്ട് ഡിസൈനാണ് വന്നിട്ടുള്ളത്. അടുത്തത് ഞാൻ കാണിക്കുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ. നേരത്തെ നമ്മൾ കാണിച്ചിരുന്നത് ജോർജറ്റ് മെറ്റീരിയലായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഏകദേശം കോട്ടനോട് സിമിലറായിട്ട് നമുക്ക് വെയർ ചെയ്യുമ്പോൾ തോന്നും കേട്ടോ. അത്രയ്ക്ക് ചൂടൊന്നും ഇപ്പോൾ ജോർജറ്റ് പോലെയോ ഒന്നും നമുക്ക് ചൂട് ഫീൽ ചെയ്യില്ല. അതിനെക്കാട്ടിലും കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ്. ഇപ്പം ചുരിദാർ ആയിക്കൊള്ളട്ടെ, വിചിത്ര സിൽക്ക് മെറ്റീരിയൽ നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന, ചൂടുകാലത്തായാലും കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയൽ തന്നെയാണ്. അതുപോലെ തന്നെ അത് ഫ്ലോയി ആയി കിടക്കുകയും ചെയ്യും. ബോഡിയോട് ഹഗ് ചെയ്ത് കിടക്കുന്ന രീതിയിലായിരിക്കും. ടെക്സ്ചർ എന്ന് പറയുന്നത് ബോഡിയോട് ഹഗ് ചെയ്ത് കിടക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. നല്ലൊരു കളക്ഷനാണ്, ആരും മിസ്സാക്കേണ്ട. ഒരു സ്ട്രൈപ്പ് പാറ്റേൺസ് ആണ് അതിൽ മൊത്തത്തിൽ പോയിരിക്കുന്നത്. അതിൽ അടുത്ത കളർ എന്ന് പറയുന്നത് ഡാർക്ക് പീക്കോക്ക് ബ്ലൂ ആണ്. നമുക്ക് കാണുമ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലെ തോന്നുമെങ്കിലും ഇത് ബ്ലാക്ക് അല്ല കേട്ടോ. ഡാർക്ക് പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിലാണ്. അതിൻ്റെ കറക്റ്റ് കളർ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് അത് അങ്ങനെ തോന്നിക്കുന്നത്. ഇനി ആർക്കെങ്കിലും അതിൻ്റെ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരാം കേട്ടോ. അങ്ങനെ അത് കണ്ടോ, അതാണ് ബ്ലാക്ക് ആയിട്ട് വരുന്നത്. ബ്ലാക്കും ഇതും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ. ഇത് ഡാർക്ക് പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ. അത് വീഡിയോയിൽ ബ്ലാക്കായി തോന്നിക്കുന്നു എന്നേ ഉള്ളൂ. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് പോയിരിക്കുന്നത്. ഒരു സ്ട്രൈപ്പ് പാറ്റേൺ പോയിട്ടുണ്ട്. ആ സ്ട്രൈപ്പ് പാറ്റേണിൽ അതൊരു വെറുതെ ഒരു ലൈൻസ് കൊടുത്തിരിക്കില്ല. അതായത് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ അതുപോലെ തന്നെ ലീഫിൻ്റെ ഒക്കെ ഒരു ഡിസൈന് ഫുൾ ബോഡിയിൽ ആ സ്ട്രൈപ്പ് പാറ്റേൺസിൽ മൊത്തം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പല്ലു പോർഷൻ ഇങ്ങനെയാണ് വരിക. പല്ലു പോർഷനിൽ സെപ്പറേറ്റ് ആയിട്ടൊന്നും പല്ലു കൊടുത്തിട്ടില്ല. ഫുൾ ബോഡിയും ആ ഒരു സ്ട്രൈപ്പ് പാറ്റേണിൽ തന്നെയാണ് പോയിട്ടുണ്ടാവും കേട്ടോ. ഇതിലേക്കും കോൺട്രാസ്റ്റ് കളറിലുള്ള ബ്ലൗസൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ തന്നെയാണ്. അത്യാവശ്യം പാർട്ടി വെയറൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പം പ്രായമായവർക്കായാലും ടീനേജർക്കായാലും ഏത് പ്രായക്കാർക്കും നമുക്ക് വെയർ ചെയ്യാം കേട്ടോ. അടിപൊളി ഒരു ബ്ലൗസൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ. ഇതിലടുത്ത കളർ വരുന്നത് ഒരു റെഡ് ഷെയ്ഡിലാണ്, ഒരു ചില്ലി റെഡ് ഷെയ്ഡാണ് കേട്ടോ. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ്. ഈ റെഡ് ഷെയ്ഡൊക്കെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് കാണാൻ. അതിൻ്റെ ആ ഡിസൈൻ കണ്ടോ, ഒരു വെറുതെ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ പോയിട്ടുള്ളതല്ല. അതിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ അതുപോലെ തന്നെ ലീഫിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ പോയിട്ടുള്ള ഒരു ഡിസൈനാണ് അതിൻ്റെ ഫുൾ ബോഡിയിലും പോയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ വരുന്നത്.
ഫുൾ ബോഡിയും അത് തന്നെയാണ്, പല്ലു പോർഷൻ സെപ്പറേറ്റ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ആരും മിസ്സാക്കണ്ട. ഇതൊരു ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ബ്ലൗസ് വേണമെന്നുണ്ടെങ്കിൽ ബ്ലൗസും നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ്. ഏതെങ്കിലും കളർ ബ്ലൗസ് വേണമെന്നുണ്ടെങ്കിൽ ബ്ലൗസിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ബ്ലൗസിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് മുഴുവൻ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തോളൂ കേട്ടോ. ഇതിൽ 599 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന് ബ്ലൗസ് ആണെങ്കിലും 199 ആണ് വരുന്നത് കേട്ടോ. ഒരു ബ്ലൗസ് നിങ്ങൾ എന്തായാലും കരുതി വെച്ചോളൂ, കാരണം ഏതെങ്കിലും ഒരു സാരിയുടെ കൂടെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൗസാണ്. ബ്ലാക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്കൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്ന ബ്ലാക്കൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ്, ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡിലാണ്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ. ഇത് നേരിട്ട് കാണാനും ഒരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് കേട്ടോ. ഈ ഡാർക്ക് കളറിലൊക്കെ വന്നതുകൊണ്ട് തന്നെ ആ സ്ട്രൈപ്പ് പാറ്റേൺ ഒന്നും കൂടെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗോൾഡൻ കളറിലുള്ള സ്ട്രൈപ്പ് പാറ്റേൺ ആണ് ഇതിൽ പോയിട്ടുള്ളത്. ആ സ്ട്രൈപ്പ് പാറ്റേണിൽ നിറയെ ഫ്ലവേഴ്സിൻ്റെ അതുപോലെ തന്നെ ലീഫിൻ്റെ ഒക്കെ ഡിസൈനും പോയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ്. ആരും മിസ്സാക്കണം കേട്ടോ. അത്രയും പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്തോളണം, കാരണം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നതൊക്കെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സെയിം കളറല്ല, ഒരു പൊടിക്ക് ലൈറ്റ് ഷെയ്ഡാണ് നേരിട്ട് കാണാൻ. ഇത് അതിലെ ആ ഒരു പ്രിൻറ്റുകൾ കണ്ടോ, നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ് പോയിരിക്കുന്നത് കേട്ടോ. ആ സ്ട്രൈപ്പ് പാറ്റേണിലുള്ള ആ പ്രിൻറ്റുകളാണ് ഞാൻ പറയുന്നത്. ആ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് പോയിരിക്കുന്നത്. അടുത്ത കളർ വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ. നിറച്ച ബ്ലാക്ക് അല്ല, ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന അത്രയും ആ ഒരു കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും കേട്ടോ ഈ ഒരു സാരി എന്ന് പറയുന്നത്. ഇതിൽ ഗോൾഡൻ കളർ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കളർ ഒരു ബ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു സാരി തന്നെയാണ് കേട്ടോ ബ്ലാക്ക് സാരി എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ കളിക്കുന്നത് ബ്ലൗസിൻ്റെ കളക്ഷൻസാണ് കേട്ടോ. ഒരുപാട് കളേഴ്സ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്നതൊക്കെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ. അതിൽ ബ്ലാക്ക് നമുക്ക് ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല, പക്ഷേ നമുക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് പ്രൊഡക്റ്റ് ഇവിടെ കയ്യിൽ കിട്ടും കേട്ടോ. അപ്പോൾ ബ്ലാക്ക് വേണമെന്നുള്ളൊരു ബ്ലാക്ക് ഓർഡർ ചെയ്യുക. ഇതൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സ്ലീവിൻ്റെ എൻസിലായിട്ട് കണ്ടോ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അത് ജെറി വർക്കല്ല, ഒരു പ്രിൻ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ കൈകൊണ്ട് ചിരണ്ടി നോക്കിയാലൊന്നും പോകുന്ന തരത്തിലുള്ളൊരു പെയിൻറ്റിങ്സ് അല്ല കേട്ടോ. അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഇതാണ്. ഇത് ഈ ബ്ലൗസ് കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോയ്ക്ക് താഴെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത്രയും നല്ലൊരു ബ്ലൗസാണ് കേട്ടോ. ഇത് എല്ലാമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സൈസ്. ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് എൽ സൈസിലുള്ളതാണ്. ഇതിൽ തന്നെ 2 ബ്ലൂ ഷെയ്ഡ് അവൈലബിൾ ആണ്. ഒന്നൊരു ഇൻഡിഗോ ബ്ലൂവും ഒന്നൊരു ഡാർക്ക് നേവി ബ്ലൂവും ഷെയ്ഡിലും അവൈലബിൾ ആണ് കേട്ടോ. ഇത് നമുക്ക് അത്രയും കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നൊരു ബ്ലൗസാണ് കേട്ടോ. കാരണം ബ്ലൗസിൻ്റെ ഒരു ടൈറ്റ്, ഇപ്പോൾ നമുക്ക് ആ ഹുക്കിൻ്റെ സ്ഥലത്തുള്ള ടൈറ്റോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അത്രയും കംഫർട്ടായിട്ട് എവിടെയും പൊങ്ങി നിൽക്കുന്നൊരു പ്രശ്നമോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. അതിൻ്റെ എൻസിലായിട്ട് സ്ലീവിൻ്റെ എൻസിലായിട്ടുള്ള കൊടുത്തിരിക്കുന്ന ആ ഡിസൈൻ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഡിസൈനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 2 ബ്ലൗസൊക്കെ നിങ്ങൾ വാങ്ങി വെച്ചോളൂ കേട്ടോ. അതൊരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമാവില്ല. കാരണം ഇത് അത്രയും കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വലിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ലെങ്ത്ത് കൂടും കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഷോൾഡർ കുറച്ച് വൈഡ് നെക്ക് വേണ്ടെന്ന് തോന്നുന്നവർക്കാണെങ്കിലും നമ്മൾ ആ സ്ലീവ് അവിടെ ഇങ്ങനെ വലിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു യെല്ലോ ഷെയ്ഡിലാണ്. ഇതൊരു ലൈറ്റ് കളറിലാണ് വീഡിയോയിൽ കാണുന്നത്. ഒരു ഒറിജിനൽ മാംഗോ യെല്ലോ ഷെയ്ഡിലാണ് നേരിട്ട് കാണാനും. ഇത് നമുക്ക് സെറ്റ് സാരിയുടെ കൂടെയൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. മാംഗോ യെല്ലോ ഷെയ്ഡാണ്, നല്ല ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡാണ്. വീഡിയോയിൽ കാണുന്ന കളറേ അല്ല കേട്ടോ നേരിട്ട് കാണാൻ. ഇതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. ഇത് 3XL സൈസസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. L മുതൽ 3XL സൈസസ് വരെ അവൈലബിൾ ആണ്. അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു റെഡ് ഷെയ്ഡിലാണ്, ഡാർക്ക് റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സ്ലീവിൻ്റെ എൻസിലായിട്ടും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു ബാന്തിനി പ്രിൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ചുങ്കടി പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു പ്രിൻ്റാണ് ഫുൾ ബോഡിയിൽ ഇങ്ങനെ പോയിരിക്കുന്നത് കണ്ടോ. അടുത്തത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് കളറ് ഒരു ഗ്രേപ്പ് വൈൻ ഷെയ്ഡിലാണ് കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്നത് ബ്ലാക്കും അതുപോലെ തന്നെ ഗ്രേപ്പ് വൈൻ ഷെയ്ഡും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതും ഒക്കെ ഒന്ന് പർച്ചേസ് ചെയ്ത് നമ്മൾ എന്തായാലും 199 റുപ്പീസിന് ഒരിക്കലും നിങ്ങൾക്കതൊരു നഷ്ടമാവില്ല. കാരണം നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് തന്നെ ഒരു 250 അല്ലെങ്കിൽ 300 റുപ്പീസ് നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് തന്നെ വേണം. ആ സ്ഥാനത്താണ് നമുക്ക് 199 റുപ്പീസിന് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് കേട്ടോ. പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും, അതൊരു 40 റുപ്പീസൊക്കെ വരുള്ളൂ. എന്നിരുന്നാലും നമുക്കിതൊരിക്കലും നഷ്ടമാവില്ല കേട്ടോ. ഈ ഒരു ഏതെങ്കിലും 2 കളറിലുള്ളൊരു ബ്ലൗസ് നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്ത് വെച്ചോളൂ.
നിങ്ങൾക്കതൊരിക്കലും നഷ്ടമാവില്ല. നമുക്ക് ബ്ലൗസ് ഇടുന്ന ആ ഒരു ബുദ്ധിമുട്ടോ, ചിലർക്ക് ബ്ലൗസ് ഇടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ, നമുക്കിവിടെ ഹുക്കിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല. കംഫർട്ടായിട്ട് നല്ല എവിടെയും പൊങ്ങി നിൽക്കുകയോ ഒന്നും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തതിൽ നമുക്ക് ചിലപ്പോൾ ശരിയാവാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും നമുക്ക് ഈ ഒരു ബ്ലൗസ് വെയർ ചെയ്യുമ്പോൾ തോന്നില്ല കേട്ടോ. അത്രയും കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാം. അപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും സാരിയോ അല്ലെങ്കിൽ ബ്ലൗസോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അത്രയും നല്ല കംഫർട്ടായിട്ട് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. നിങ്ങൾക്കിതൊരിക്കലും നഷ്ടമാവില്ല. അത്രയും